എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ വിസിറ്റ് ചെയ്തതിനെ കുറിച്ചാണ്. അതിൽ പല രാജ്യങ്ങളും ആ വിസിറ്റിനെ കുറിച്ച് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മോദി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ സന്ദർശിക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് പല കാരണങ്ങൾ കാണാം. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, ലോകം ഒരു യുദ്ധ അന്തരീക്ഷത്തിലാണ്. നമുക്ക് വ്യക്തമായി അറിയാം, ഏത് രാജ്യത്ത് എവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും പാർട്ടിലി അത് ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങൾക്കും അതിൻ്റെ പ്രതിഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രധാനമായി ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഉണ്ടാകുന്ന യുദ്ധത്തിൻ്റെ അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഇസ്രായേലിനുമുണ്ട്. ഇസ്രായേലും ഇന്ത്യയും നല്ല ടൈംസിലാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു ആഗ്രഹമായിരിക്കും സമാധാനമുണ്ടാകണം. കാരണം ഇറാനും അമേരിക്കയും ഇസ്രയേലുമൊക്കെ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. അവിടെ ഒരു മോശമായ സാഹചര്യം ഉണ്ടാകുക, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് എന്തെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചർച്ചകളിലൂടെ സമാധാനത്തിലൂടെ അതിലെന്തെങ്കിലും ഒരു സമാധാന വഴികൾ കണ്ടെത്താൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യമാണ്. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. പുറമെ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഒത്തിരി പ്രധാനപ്പെട്ട എഗ്രിമെൻ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഡിഫൻസ് സെക്ടറിലും മറ്റു പല ടെക്നോളജി സൈഡിലും നമ്മൾ വളരെ കോപ്പറേറ്റീവായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ്. അതായത് കുറേ അധികം ഇസ്രായേൽ ടെക്നോളജികൾ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെ ഒരു നല്ല രീതിയിൽ കാണാൻ നാം എല്ലാവരും ശ്രമിക്കണം. ചില ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചില അഭിപ്രായങ്ങൾ അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതായത് പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോയത് അദാനിക്കും അംബാനിക്കും ബിസിനസ് സാഹചര്യം ഒരുക്കാനാണ്. എന്തുകൊണ്ട് അതും ഒരുക്കണം. അത് തെറ്റു പറയേണ്ട കാര്യമില്ല. കാര്യം അദാനിയും അംബാനിയും മറ്റ് കമ്പനികളൊക്കെ ഇന്ത്യൻ കമ്പനിയാണ്. ആ ഇന്ത്യൻ കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായാൽ അതിൻ്റെ ഗുണം 100% ഇന്ത്യക്കും ഉണ്ടാകും. ഇവിടെ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള പല ടെക്നോളജിയും എൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതൊരു അദാനി കൊണ്ടോ റിലയൻസിനെ കൊണ്ടോ മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അതിന് ഒരുപാട് ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഒത്തിരി ടെക്നീഷ്യൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, കടമകളുണ്ട്. അതെല്ലാം അവർക്ക് വേണ്ട പ്രചോദനം ഏത് കമ്പനിക്കാരായിരുന്നാലും അദാനി അംബാനി എന്ന് മാത്രമല്ല ഏത് കമ്പനിക്കാർക്കും അതിനു വേണ്ട പ്രചോദനം ചെയ്തു കൊടുക്കണം. അത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സിന് വലിയൊരു നാഴികക്കല്ലാണ്. ഇപ്പോൾ അദാനിയും ഇവരൊക്കെ കമ്പനികൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടാറ്റ, ലോകത്തിൻ്റെ പല ഭാഗത്തും ടാറ്റയുണ്ട്. നമ്മൾ ടാറ്റയെ കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ എല്ലായിടത്തും വളരട്ടെ. അത് വളരുന്നുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യ ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിനാരും കുറ്റം പറയണ്ട. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല. നമ്മുടെ ഡെവലപ്മെൻറ്റ് സൈഡും കൂടെ ഒന്ന് നോക്കണം. ഞാനിപ്പോൾ 100% ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്നതെല്ലാം 100% ശരിയെന്ന് പറയുന്നില്ല. അവിടെ അപാകതകളുണ്ട്, തെറ്റുകളുണ്ട്, മനുഷ്യനാണെന്ന് സംഭവിക്കും. ആ രീതിയിൽ കൂടി ഒന്ന് കാണുക. ഈ പോളിറ്റിക്സ് വേറെ, ഡെവലപ്മെൻറ്റ്സ് വേറെ, രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യാതിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഏത് പാർട്ടിക്കാരനും അവർക്ക് എന്ത് ഫേവർ ചെയ്താലും ഇലക്ഷൻ വരുമ്പോൾ കോടാനുകോടികൾ കൊടുക്കും. അത് ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും അതുള്ളതാണ്. ഇതിന് സത്യങ്ങളെ നാം കുറച്ച് നേരിട്ട് കാണേണ്ട ഒരു വസ്തുതയാണ്. അതിനെ നമ്മൾ മറച്ചു വയ്ക്കരുത്. ഇപ്പം തന്നെ നമുക്ക് കാണാം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മോശമായ ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. അവർ പരസ്പരം പോരാടുന്നു. അത്
പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്താണ് നമ്മളോട് കാണിക്കുന്നതെന്ന് അറിയാം. ഇനി ഇവർ തമ്മിൽ ഒത്തിരി യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്കും ഉണ്ടാകും. കാരണം പാകിസ്ഥാൻ ഒരു എത്തിക്സ് ഇല്ലാത്തൊരു രാജ്യമാണ്. വെറും മതത്തിൻ്റെ പേരിലും മനുഷ്യനെ കൊന്നൊടുക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു വൃത്തികെട്ട ഭരണകൂടമാണ് അവിടെ ഉള്ളത്. പാവം അവിടെയുള്ള മനുഷ്യരുടെ ആ ഒരു ദയനീയത ഓർത്ത് നമുക്ക് സങ്കടപ്പെടുന്നു. ദേ ആർ നമ്മുടെ ഇന്ത്യ ആയിരുന്നു ഒരു പാട്ടിൽ, നമ്മുടെ ഇന്ത്യൻ ബ്ലഡ് തന്നെയാണ് അവരിലെല്ലാം ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, മതഭ്രാന്ത് പിടിച്ച് മനുഷ്യനെ തകർത്ത് തരിപ്പണമാക്കി പട്ടാളത്തിനും ഭരണാധികാരികളും കൂടെ ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയാണ്. അങ്ങനെ അവർക്ക് സ്നേഹമെന്നോ ബന്ധങ്ങളെക്കുറിച്ചോ സത്യങ്ങളെക്കുറിച്ചോ ധർമ്മത്തെക്കുറിച്ചോ ഒന്നും അവരൊന്നും തേക്കാറില്ല, അവരൊന്നും ചെയ്യാറില്ല. അവർക്ക് എപ്പോഴും ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക, അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് അറ്റാക്ക് ചെയ്യുക, പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻസിനെയാണ്. സോ അത് അവരുടെ ആ ചിന്താഗതിക്ക് അനുസരിച്ച് തന്നെയാണ് അവർക്ക് ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയുടെ ബാക്കിംഗ് കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇത്രയും മുതിർന്നത്, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അഫ്കോഴ്സ് ഇന്ത്യക്ക് അങ്ങനെ കാണിക്കേണ്ടി വന്നാൽ അതിൽ തെറ്റില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാകണം. കാരണം അഫ്ഗാനിസ്ഥാൻ അവർക്ക് വേണ്ട സപ്പോർട്ട് നാം ഒത്തിരി മുൻകാലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നേട്ടങ്ങളും നമുക്ക് കൊയ്യാൻ സാധിക്കുന്നു. എന്തു തന്നെ ഇരുന്നാലും ഈ പാകിസ്ഥാൻ എപ്പോഴും നമുക്കൊരു വലിയ തലവേദനയായി തന്നെ മാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവരിൽ നിന്നൊക്കെ ശാന്തി പ്രതീക്ഷിക്കേണ്ട, അവരിൽ നിന്ന് എപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് പാകിസ്ഥാൻ നേരായ രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരെല്ലാം ഒരു പുനർചിന്ത ചെയ്യേണ്ടിയിരിക്കും. അവൻ്റെ പട്ടാളമായിരുന്നാലും ശരി, അവരുടെ രാഷ്ട്രീയക്കാരായിരുന്നാലും അവരെന്ന് അവരുടെ തെറ്റിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ലോ അത്രത്തോളം കാലം അവർ നാശങ്ങളിലേക്കുള്ള യാത്ര തന്നെയായിരിക്കും. അവർ പല രാജ്യക്കാർ എവിടെ നിന്നും പോയി ക്യാഷുകൾ വാങ്ങുക, ലോൺ എടുക്കുക, അതുകൊണ്ട് തീവ്രവാദത്തിന് ഉപയോഗിക്കുക, പട്ടാളക്കാരൻ്റെയും രാഷ്ട്രീയക്കാരൻ്റെയും ഖജനാവിൽ ആ പൈസ നിറയ്ക്കുക. അത് ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകുന്ന കേസല്ല. അതുകൊണ്ട് മോദിയുടെ ഈ ഒരു ട്രിപ്പിനെ നാം മോശമായി കാണരുത്, നന്നായി കാണണം. അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, അത് പോയത് ഇന്ത്യൻ പേരിലാണ്. പിന്നെ അപാകതകൾ എവിടെയും ഉണ്ടാകും, തെറ്റുകൾ എവിടെ ഉണ്ടാകും, അതിനെ നല്ല രീതിയിൽ നല്ല മനസ്സോടെ ചൂണ്ടിക്കാണിക്കുക. ആർക്കും ഏതൊരു വ്യക്തിക്കും അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കൂടെ കാണുക. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഈ മോദിയുടെ ഇതിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരണം. അവരുടെ ട്രിപ്പ് സക്സസ് ആകണം, അത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കണം എന്ന് ചിന്തിക്കാം. ഇനി ഞാൻ കേരളത്തിലേക്ക് നടക്കില്ല. അത് ഇവിടുത്തെ ഈ കോമഡി ആർട്ടിസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. പാവം, ഇതൊക്കെ നമുക്ക് നാണക്കേടാകുന്നു. നാണക്കേടെന്ന് വെച്ചാൽ ലോകത്തൊരുത്തരത്തും നടക്കാത്ത രീതിയുടെ ചീഞ്ഞ നാറിയ ഭരണ സംവിധാനം ഭരണകർത്താക്കളും ആ പാർട്ടിക്കാരും കൂടി ചേർന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഈ കേരളത്തെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആ എലക്ഷൻ ഒന്ന് ഡിക്ലെയർ ചെയ്തെങ്കിൽ ഇവൻ്റെയൊക്കെ ഈ മോശമായിട്ടുള്ള ഈ പരസ്യങ്ങളും അതീതും ഈ വെടിപറച്ചിലും കള്ളത്തരം പറച്ചിലും ഉഡായിപ്പും ഒന്ന് സ്റ്റോപ്പാകുമായിരുന്നു. അതുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞ് ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, എത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന് സമാധാനമായ ഒരു അന്തരീക്ഷം കുറച്ച് നാളെങ്കിലും നമുക്ക് കഴിയാൻ പറ്റും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം. എല്ലാത്തിനും ഒരിക്കൽ കൂടി നല്ലത് നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ലോകത്തിന് സമാധാനം ആശംസിക്കുന്നു. താങ്ക് യു.